ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ അളവറ്റ കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ച് ഈ പുതിയ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുതിയൊരു ദിവസം എന്നത് ദൈവം നമുക്ക് നൽകുന്ന പുതിയൊരു അവസരമാണ്. ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ എന്തുതന്നെയായാലും ഇന്നു ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുവാനും നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് വീണ്ടും മടങ്ങി വരുവാനും നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങൾ അറിയാതെ ചെയ്ത തെറ്റുകളെയും ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായ വീഴ്ചകളെയും തിരിച്ചറിയുവാനുള്ളൊരു ജ്ഞാനം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. തെറ്റു തിരിച്ചറിഞ്ഞാൽ അത് മറച്ചുവെക്കാതെ നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനുള്ളൊരു വിനയം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഇന്നത്തെ ദിവസം നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം ലേവ്യാപുസ്തകം 5-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്കിപ്പോൾ ആ തിരുവചന ഭാഗം ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു. 2 കുറുപ്രാവിനോ 2 പ്രാവിൻ കുഞ്ഞിനോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം. അത് പാപയാഗമാകൊണ്ട് അതിന്മേൽ എണ്ണയൊഴിക്കരുത്, കുന്തിരിക്കമിടുകയുമരുത്. അവനത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളെ പോലെ ദഹിപ്പിക്കണം. ഇത് പാപയാഗം. ഇങ്ങനെ പുരോഹിതൻ ആ വക കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ശേഷിപ്പുള്ളത് ഭോജനയാഗം പോലെ പുരോഹിതനിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പിഴച്ചുവെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് 5-1 കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം. മഹാപുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തൻ്റെ കുറ്റം വഹിക്കണം. അവൻ അകൃത്യയാഗത്തിനായി നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഇത് അകൃത്യയാഗം. അവൻ യഹോവയോട് അകൃത്യം ചെയ്തുവല്ലോ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചന ഭാഗത്തിലെ പ്രധാന ധ്യാന സന്ദേശം തെറ്റു തിരിച്ചറിഞ്ഞാൽ തിരുത്തുവാൻ തയ്യാറാകണം. പ്രിയ ദൈവമക്കളെ, ലേവ്യാപുസ്തകം 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന ഒരു സത്യമുണ്ട്. ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ തെറ്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ അതോടൊപ്പം
ദൈവം തിരുത്തലിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും വഴി നമുക്ക് തുറന്നു തരുന്നു. 11-ാം വാക്യം മുതൽ സാധാരണമായി അർപ്പിക്കേണ്ട യാഗം കൊണ്ടുവരുവാൻ കഴിയാത്ത ദരിദ്രനായ ഒരാൾക്ക് പോലും അവൻ്റെ കഴിവനുസരിച്ച് യാഗം അർപ്പിക്കുവാനുള്ള വഴി ദൈവം നൽകുന്നതായി നാം കാണുന്നു. ഇവിടെ നാം ദൈവത്തിൻ്റെ ഹൃദയം കാണുന്നു. ദൈവം മനുഷ്യന്റെ സമ്പത്തല്ല നോക്കുന്നത്, അവൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നമുക്ക് നൽകുവാൻ കഴിയുന്നത് ചെറുതായിരിക്കാം, നമ്മുടെ കഴിവ് പരിമിതമായിരിക്കാം. എന്നാൽ സത്യസന്ധമായ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവം അതിനെ വിലമതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മറച്ചു വെക്കുവാനാണ് ശ്രമം. ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അത് വലിയ തെറ്റൊന്നുമല്ല, എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ നാം സ്വയം ന്യായീകരിക്കും. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ വഴിയാണ്. തെറ്റു തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് മാറുക. നമ്മുടെ മനസ്സാക്ഷി നമ്മോട് സംസാരിക്കുമ്പോൾ അതിനെ അടിച്ചമർത്തരുത്. ദൈവം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. അറിയാതെ ചെയ്താലും ഉത്തരവാദിത്വമുണ്ട്. ഈ തിരുവചന ഭാഗത്തിന്റെ അവസാന ഭാഗത്തിൽ അറിയാതെ ചെയ്ത തെറ്റിനെ കുറിച്ചും പറയുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. നമുക്കറിയാതെ സംഭവിച്ച തെറ്റുകൾ പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിച്ചേക്കാം. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു അവഗണന, ഒരു തെറ്റായ തീരുമാനം, ഇവ മറ്റൊരാളുടെ ഹൃദയത്തെ മുറിവുണ്ടാക്കിയിരിക്കാം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ചോദിക്കാം, കർത്താവേ, ഞാൻ അറിയാതെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ വിശ്വസ്തനായിരുന്നു. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ വിട്ടുകളഞ്ഞു. എൻ്റെ തെറ്റ് സമ്മതിക്കുന്നതിന് പകരം ഞാൻ അതിനെ ന്യായീകരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി നമുക്ക് ഉത്തരം പറയാം. കാരണം ദൈവത്തിന് മുൻപിൽ സത്യസന്ധതയുള്ള ഹൃദയമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ തിരുവചന ഭാഗം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞാൽ അതിനെ മറയ്ക്കാതെ തിരുത്തുവാൻ ശ്രമിക്കാം. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാം. ഒരു ഉത്തരവാദിത്വത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നേരെയാക്കാം. നമുക്ക് ദൈവത്തോട് നമ്മുടെ തെറ്റുകൾ സമ്മതിക്കാം. കാരണം ദൈവത്തിന്റെ ലക്ഷ്യം നമ്മെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, നമ്മെ തിരികെ തന്റെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു മനോഹരമായ സത്യമുണ്ട്. നമ്മുടെ തെറ്റ് എത്ര ചെറിയതായാലും വലിയതായാലും ദൈവത്തിന്റെ മുൻപിൽ അത് ഗൗരവമുള്ളതാണ്. എന്നാൽ നമ്മുടെ മാനസാന്തരത്തെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ കരുണ അതിലും വലിയതാണ്. അതുകൊണ്ട് ഇന്ന് കുറ്റബോധത്തിൽ തളരേണ്ടതില്ല. പകരം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകുത്താം. കർത്താവേ, എന്നെ ഒന്ന് തിരുത്തണമേ, എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ, നിന്റെ വഴിയിൽ നടക്കുവാൻ തമ്പുരാനെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഒരു ആത്മീയ തീരുമാനം, ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു ആത്മീയ തീരുമാനമെടുക്കാം. എന്റെ തെറ്റുകളെ ഞാൻ ന്യായീകരിക്കില്ല. തെറ്റു തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തുവാൻ ഞാൻ ശ്രമിക്കും. ഞാൻ വേദനിച്ചവനോട് ക്ഷമ ചോദിക്കും. എന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. എല്ലാത്തിനുമുപരി ദൈവസന്നിധിയിൽ സത്യസന്ധമായ ഹൃദയത്തോടെ ജീവിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അറിയാതെയും അറിഞ്ഞും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുവാനുള്ള ഒരു കൃപ നൽകണമേ. ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം നൽകണമേ. തെറ്റ് സമ്മതിക്കുവാനുള്ള ഒരു വിനയം നൽകണമേ. തെറ്റു തിരുത്തുവാനുള്ള ഒരു ധൈര്യം നൽകണമേ. ഞങ്ങൾ വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുവാനും ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ.
ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ ജോലികളിലും ഉത്തരവാദിത്വങ്ങളിലും ഞങ്ങൾ വിശ്വസ്തരായിരിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് തിരുത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നിന്റെ വഴിയിൽ നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നൊരു കാര്യം മാത്രം ഈ പ്രഭാതത്തിൽ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. തെറ്റു തിരിച്ചറിയുന്നത് അതൊരു പരാജയമല്ല. തെറ്റു തിരുത്താൻ തയ്യാറാകുന്നതാണ് ദൈവകൃപയുടെ അടയാളം. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ഈ പുതിയ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ. നിങ്ങളുടെ വീടുകളിൽ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.